Students, we are continuing the problems in Fourier transforms. So first one, verify that Fourier transform of e raised to minus a mod t is equal to root 2 into a by root pi into omega square plus a square, where a greater than 0. This is we want to verify. So by definition, Fourier transform of e raised to minus a mod t is equal to 1 by root 2 pi integral minus infinity to infinity e raised to minus a mod t e raised to minus I omega t dt. This is by definition we can say that. So look at here. What is e raised to minus I omega t? We can write e raised to minus I omega t is equal to cos omega t minus I sin omega t. So clearly e raised to minus a mod t e raised to minus I omega t is equal to e raised to minus mod t, then multiply with this term. ഈ ഒരു എക്സ്പാൻഷൻ ആണ് e raised to minus I omega t ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ദിസ് ടേം വരും. അപ്പോൾ ഇതിനെ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇ റേസ് ടു മൈനസ് എ മോഡ് ടി കോസ് ഒമേഗ ടി മൈനസ് ഐ ഇൻറ്റു. സോ നമുക്ക് ഈ ഒരു ടേമിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഇങ്ങനെ മാറ്റി എഴുതിയുള്ള പ്രത്യേകത, ഇവിടെ മോഡ് ടി എന്നുള്ളത് ഈവനാണ്. കാരണം മോഡിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാലും പോസിറ്റീവ് വന്നാലും സെയിം ആണ്. അപ്പോൾ മോഡ് ടി എന്നുള്ള ഈവനാണ്. മോഡ് ടി ഈവൻ ആയതുകൊണ്ട് തന്നെ ഇ റൈസ് ടു മൈനസ് എ മോഡ് ടി ഈവൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കിയാൽ ഈവൻ കോസും ഈവനാണ്. ഈവനും കൂടിയ ഈവൻ ആയിരിക്കും. അതുപോലെ സൈന് ഓഡാണ്. സോ ഈവനും ഓഡും കൂടിയ ഓഡായിരിക്കും. ഇവിടെ ഇൻ്റഗ്രൽ മൈനസ് ടു പ്ലസ് ആണ്. ഈ മൈനസ് ടു പ്ലസ് ആണെങ്കിൽ ഓഡിൻ്റെ ഇൻ്റഗ്രൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനൊന്നുകൂടി ഷോർട്ടാക്കി എഴുതാൻ പറ്റും. അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമല്ല. സോ നമുക്ക് എന്താ എഴുതാം? ഇവിടെ 1 ബൈ റൂട്ട് 2 ബൈ മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് മോഡ് ടി കോസ് ഒമേഗ ടി 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 എന്ന് എഴുതാം. കാരണം ഇവിടെ ഓഡാണ്. ഓഡ് മൈനസ് ടു പ്ലസ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടേമിന് 0 എന്ന് എഴുതാം. നെക്സ്റ്റ് ഇത് ഈവനാണ്. മൈനസ് ടു പ്ലസ് ഈവൻ ആണെങ്കിൽ 0 ടു ഇൻഫിനിറ്റി എഴുതാം. 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി ഈവൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി എഴുതാം. ഇനി മോഡ് ടിയുടെ ഡെഫിനിഷൻ എന്താ? മോഡ് ടി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് ടി ആയിരിക്കും എപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ മൈനസ് ടി ആയിരിക്കും ടി ലെസ് ദാൻ 0 അല്ലേ? ഈ കേസിൽ നോക്കൂ, 0 ടു ഇൻഫിനിറ്റി ആണ്. 0 ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ ഈ കേസ് എന്താണ്? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ 0 ടു ഇൻഫിനിറ്റിയിൽ മോഡ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ മോഡ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. നമുക്ക് മോഡ് ടിക്ക് പകരം ടി എന്ന് ഉപയോഗിക്കാൻ പറ്റും. സോ ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എ ടി കോസ് ഒമേഗ ടി ഡി ടി. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഇ റൈസ് ടു കോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെ 2 ബൈ റൂട്ട് 2 ഉണ്ട്. 2 ബൈ റൂട്ട് 2 പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ബൈ പൈ ഉണ്ട്. ഓൾറെഡി താഴെ റൂട്ട് പൈ ഉണ്ട്. 2 ബൈ റൂട്ട് 2 പറഞ്ഞാൽ റൂട്ട് 2 ആണ് വരുന്നത്. സോ റൂട്ട് ഓഫ് 2 ബൈ പൈ. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് എ ടി എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ഇൻഫിനിറ്റി. സോ ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇ റൈസ് ടു മൈനസ് എന്നുള്ളതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. സോ അപ്പർ ലിമിറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് 0 ആയി പോകും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇവിടെ ഇ റൈസ് ടു 0, ഇവിടെ കോസ് 0 1 വരും, സൈൻ 0 0 എന്ന് വരും. സോ നമ്മുടെ ആൻസർ റൂട്ട് ഓഫ് 2 ബൈ പൈ
എ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസും മൈനസും പ്ലസ് ആവും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസും മൈനസും പ്ലസ് ആവും. സോ പ്ലസ് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സൈനും ഒമേഗയും ആക്കാതെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ അനദർ മെത്തേഡ് ബൈ ഡെഫിനിഷൻ ഫോർ എ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് മോഡ് ടി ഇ റൈസ് ടു മൈനസ് സൈൻ ഒമേഗ ടി. ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. മോഡ് ടിയുടെ ഡെഫിനിഷൻ എഴുതുക. വാട്ട് ഈസ് മോഡ് ടി? ടി ആയിരിക്കും ടി ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0 മൈനസ് ടി ആയിരിക്കും ടി ലെസ് ദാൻ 0. സോ ടി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, അതാണ് ടി ലെസ് ദാൻ 0. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ മോഡ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ടി ആയിരിക്കും. സോ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഉണ്ട്. പ്ലസ് 0 മുതൽ ഇൻഫിനിറ്റി വരെ മോഡ് ടി പറഞ്ഞാൽ ടി ആയിരിക്കും. സോ ഇ റൈസ് ടു മൈനസ് എ ടി ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ടി ടി. ഇവിടെ മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ ഒരു മോഡ് ടിക്ക് മാത്രം ഈ ഡെഫിനിഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മോഡ് ടിക്ക് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തു. ഇനി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇ റൈസ് ടു, ഇവിടെ ഇ റൈസ് ടു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ ഇൻറ്റു മൈനസ് ടി എന്ന് പറഞ്ഞാൽ എ എന്ന് വരും. സോ ഇ റൈസ് ടു എ മൈനസ് ഐ ഒമേഗ ടി എന്നാണ്. ഇവിടെ എന്ത് വരും? ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്താൽ എ പ്ലസ് ഐ ഒമേഗ ടി എന്ന് വരും. ഇനി ഇ റൈസ് ടുവിന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എങ്ങനെ ഇ റൈസ് ടു ഇന്റഗ്രൽ വരുന്നത്? ഇ റൈസ് ടുന്റെ വരും, കോൺസ്റ്റന്റ് താഴെ വരും. ഇവിടെയും ഇ റൈസ് ടു വരും, കോൺസ്റ്റന്റ് താഴെ വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് താഴെ വരും. സോ ഇവിടെ എന്താണ്? അപ്പർ ലിമിറ്റ് 0 ആണ്, ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ അപ്പർ ലിമിറ്റ് കൊടുത്താൽ ആദ്യം 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ടിക്ക് 0 കൊടുത്താൽ ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വരും. 1 ബൈ എ മൈനസ് ഐ ഒമേഗ. ഇവിടെ മൈനസ് ഇൻഫിനിറ്റിയാണ്. ടിക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ 0 ആയിട്ട് മാറും. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. നെക്സ്റ്റ് എന്താ? പ്ലസ്. സോ പ്ലസ് ആദ്യം ഇൻഫിനിറ്റി കൊടുക്കണം. ഇവിടെ മൈനസ് എ പ്ലസ് ഐ ഒമേഗ ടി എന്നുള്ളത്. അപ്പൊ ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇവിടെ ഇ റൈസ് ടു 0 1 വരും. സോ 1 ബൈ മൈനസ് എ പ്ലസ് ഐ ഒമേഗ എന്ന് വരും. സോ ഇവിടെ മൈനസും മൈനസും എന്താവും? പ്ലസ് ആയിട്ട് മാറും അല്ലെ. ഇവിടെ മൈനസ് ഉണ്ട്, ഇൻറ്റു മൈനസ്, മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയിട്ട് മാറും. സോ 1 ബൈ റൂട്ട് 2 ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 1 ബൈ എ മൈനസ് ഐ ഒമേഗ, ഇവിടെ പ്ലസ് 1 ബൈ എ പ്ലസ് ഐ ഒമേഗ. സോ ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് ഇങ്ങനെ വരും. താഴെ എന്ത് വരും? ഇത് എ മൈനസ് ബി, ഇത് എ പ്ലസ് ബി. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ആ ടേം ഇവിടെ എഴുതി കഴിഞ്ഞാൽ എ സ്ക്വയർ, എക്ക് പകരം എ തന്നെയാണ്, എ സ്ക്വയർ മൈനസ് ബിക്ക് പകരം ഐ ഒമേഗയാണ്. സോ ഐ ഒമേഗ ഹോൾ സ്ക്വയർ. സോ നമുക്ക് അറിയുന്ന റിസൾട്ടാണ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1. സോ ഇവിടെ എ പ്ലസ് എ 2 എന്ന് എഴുതാം. സോ ഇവിടെ ഐ ഒമേഗ മൈനസ് ഐ ഒമേഗ ഉണ്ട്, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. നമുക്ക് 2a ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ഇവിടെ 2 ബൈ റൂട്ട് 2 ഉണ്ട്. ഞാൻ എന്ത് എഴുതാം? 2 ബൈ റൂട്ട് 2 അല്ലെ. 2 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 എന്ന് വരും. 2 ബൈ റൂട്ട് 2 റൂട്ട് 2 വരും. സോ എന്ത് പറയാം? റൂട്ട് ഓഫ് 2 ബൈ പൈ എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, മറ്റൊരു മെത്തേഡാണ്. ഏത് മെത്തേഡ് ഉപയോഗിക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗനെ കോസും സൈനും ആക്കി മാറ്റിയിട്ട് ഈവൻ ഓഡ് എന്നുള്ള പ്രോപ്പർട്ടി വെച്ച് ചെയ്യാം.
അല്ലെങ്കിൽ മോഡ് ടിയുടെ ഡെഫിനിഷൻ ഡയറക്റ്റ് ഉപയോഗിച്ച് അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ വെരിഫൈ ചെയ്യണം. ഷോ ദാറ്റ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് മോഡ് ടി ഇ റൈസ് ടു മൈനസ് എ മോഡ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഈക്വൽ ടു ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വേറെ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ബൈ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാം. ബൈ ഡെഫിനിഷൻ Fourier transform of mod t e raised to minus a mod t equal to 1 by root 2 pi minus infinity mod t e raised to minus a mod t e raised to minus I omega t dt. By direct definition. അപ്പോൾ അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ മോഡ് ടീനെ സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ മോഡ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ടി ആയിരിക്കും. സോ ഈ ഇന്റർവെലിനെ മൈനസ് ഇൻഫിനിറ്റി രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, അടുത്ത 0 മുതൽ ഇൻഫിനിറ്റി വരെ. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ മോഡ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ടി ആയിരിക്കും. അപ്പോൾ മോഡ് ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ മൈനസ് ടി ഇ റൈസ് ടു മൈനസ് എ മൈനസ് ടി ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ടി പ്ലസ് 0 to ഇൻഫിനിറ്റി മോഡ് ടി ആണ് ടി ആണ്. സോ ഇവിടെ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു ടി എന്നത് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ടി. സോ സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ വേറെ പ്രത്യേകത രണ്ടും ഇ ആണ്. അപ്പം പവർ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. സോ 1 by root 2 pi കോമൺ ആയി പുറത്തുണ്ട്. ഇവിടെ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ടി ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. സോ എ മൈനസ് ഐ ഒമേഗ രണ്ടിലും ടി ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് പുറത്ത് എടുക്കാൻ പറ്റും. സോ എ മൈനസ് ഐ ഒമേഗ ഹോൾ ഇൻറ്റു ടി പ്ലസ് ഇവിടെ അതേപോലെ ടി ഇവിടെ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യണം, രണ്ട് ഇ റൈസ് ടു കൊണ്ട് പവർ തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ മൈനസ് കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തു, ടിയും കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ്. പ്രൊഡക്റ്റ് റൂൾ ഓർമ്മ ഉണ്ടാവും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഫസ്റ്റിന്റെ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഇൻറ്റഗ്രൽ അങ്ങനെ പോകുന്ന പ്രൊഡക്റ്റ് റൂൾ. സോ ഇവിടെ രണ്ട് ഇൻറ്റഗ്രേഷൻ ഉണ്ട്, രണ്ട് പ്രൊഡക്റ്റ് റൂൾ ഉണ്ട്. അപ്പൊ രണ്ടിലും പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ആദ്യം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് താഴെ വരും മൈനസ് ഫസ്റ്റിന്റെ ഡിഫറൻഷ്യൽ മൈനസിന്റെ ഡിഫറൻഷ്യൽ -1 സെക്കൻഡിന്റെ ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എ മൈനസ് ഐ ഒമേഗ ടിന്റെ ഇ റൈസ് ടു എ മൈനസ് ഐ ഒമേഗ ടി വരും, താഴെ കോൺസ്റ്റന്റ് വരും. ഇവിടെ ഓൾറെഡി ഒരു എ മൈനസ് ഐ ഒമേഗ ഉണ്ട്. അപ്പോൾ വീണ്ടും എ മൈനസ് ഐ ഒമേഗ വന്നാൽ ഹോൾ സ്ക്വയർ വരും. ഇനി പ്ലസ് ഇതിന്റെ ഡിഫറൻഷ്യൽ -1 ഡിഫറൻഷ്യൽ 0 ആണ്. അപ്പോൾ ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ പ്ലസ് സെക്കൻഡ് ഇൻറ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ ഇ റൈസ് ടു മൈനസ് എ പ്ലസ് ഐ ഒമേഗ ടി ഡിവൈഡ് ബൈ കോൺസ്റ്റന്റ് മൈനസ് ഫസ്റ്റിന്റെ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഇൻറ്റഗ്രൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഇവിടെ മൈനസ് എ പ്ലസ് ഐ ഒമേഗ അവിടെ ഉണ്ട്. വീണ്ടും വരുമ്പോൾ അതിന്റെ സ്ക്വയർ ഉണ്ട്. സോ ഇനി 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 വരും. അതുകൊണ്ട് ഇത്ര ടൈം വരുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇൻറ്റഗ്രലിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, സെക്കൻഡിലും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ ഫസ്റ്റ് ഇൻറ്റഗ്രലിൽ ആദ്യം അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0. ഇവിടെ ടി ഉണ്ടായത് കൊണ്ട് 0 കൊടുത്താൽ ഈ ടേം 0 ആയിട്ട് പോകും അല്ലേ, കാരണം ഇവിടെ 0 ഉണ്ട്. 0 കൊടുത്താൽ ഇവിടെ ടി ഉണ്ട്, ഈ ടേം 0 ആയിട്ട് പോകും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലോ, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കേണ്ടത്. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുന്നത്, ഇവിടെ ടി ആണുള്ളത്. സോ മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി തരും. ടിക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി തരും, അതും 0 ആണ്. സോ ഈ ഫസ്റ്റ് ടേമിൽ ഫസ്റ്റ് ഇൻറ്റഗ്രലിന്റെ ഫസ്റ്റ് ടേമിൽ അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും 0 ആണ്. അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. മൈനസും മൈനസും പ്ലസ്, മൈനസും മൈനസും പ്ലസ്. എ
1/a-i-omega² കോൺസ്റ്റന്റ് ഞാൻ പുറത്ത് കൊടുത്തു. ഇനി അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, സോറി ഇൻഫിനിറ്റി അല്ല 0. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ടിക്ക് 0 കൊടുത്താൽ e⁻0 1 വരും. അതേപോലെ ഇവിടെ ടി ആണുള്ളത്, ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി കൊടുത്താൽ 0 ആയിട്ട് പോകും. സോ ഇവിടെ ഈ ഒരു അപ്പർ ലിമിറ്റിൽ ഈ ഒരു 0യിൽ മാത്രമേ വാല്യൂ ഉള്ളൂ, 1 വരും. ബാക്കി എല്ലാ കേസിലും 0 ആണ്. പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ e⁻⁻⁰ ഉള്ളു. ഇൻഫിനിറ്റി കൊടുത്താൽ e⁻⁻�0 ആയിട്ട് പോകും. അതേപോലെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0 ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. അപ്പോൾ 0 കൊടുത്താൽ 0 ഇൻറ്റു എന്ന് വരും. സോ അതും 0 ആയിട്ട് പോകും. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെ 0 ആയിട്ട് പോകുന്നുള്ളത്. ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഹോസ്പിറ്റൽ റോഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഇവിടെ e⁻⁻�0, 0, ഇവിടെ ടിക്ക് 0 കൊടുത്താൽ 0 ഇൻറ്റു എന്ന് വരും. അപ്പോൾ 0 മൈനസ്, ഇവിടെ മൈനസിന് സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മൈനസ് പോകും. സോ ഇവിടെ മൈനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് 1/a+i⁻² കോമൺ ആയി പുറത്തെടുത്തു, കോൺസ്റ്റന്റ്. എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഇൻഫിനിറ്റി ഉള്ളത്, ഇവിടെ e⁻⁻t എന്നുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി ടി കൊടുത്താൽ e⁻⁻⁰ വരും, 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റായി 0 കൊടുത്തു കഴിഞ്ഞാൽ e⁻0 1 വരും. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, ഫസ്റ്റ് ടൈമിൽ ഇവിടെ 0യിൽ വാല്യൂ ഉണ്ട്, സെക്കൻഡ് ഇൻ്റഗ്രലിലും ഈ ഒരു 0യിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. നമുക്ക് 2 വാല്യൂ ആണ് വരുന്നത്. ഒന്ന് 1/a-i⁻², മറ്റൊന്ന് ഇവിടെ -a/1+i⁻² ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസും മൈനസും പ്ലസ് ആയിട്ട് പോകും. സോ 1/√2π, ഇവിടെ 1/a-i⁻², മൈനസും മൈനസും പ്ലസ് 1/a+i⁻². നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ഹോൾ ഡിവൈഡ് ബൈ ഇത് ഇൻറ്റു ഇത്. ഇത് a+b² നമുക്ക് a+b² എക്സ്പാൻഡ് ചെയ്യാം. a² പ്ലസ് 2ab പ്ലസ് b². ഇവിടെ b എന്ന് പറഞ്ഞാൽ i⁻ആണ്. സോ b² പ്ലസ് ഇത് a-b² a² മൈനസ് 2ab പ്ലസ് b². b എന്ന് പറഞ്ഞാൽ i⁻ആണ്. സോ i⁻². താഴെ എന്താണ്? a-i⁻², a+i⁻². അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? a-i⁻ ഇൻറ്റു a+i⁻² എന്ന് എഴുതി. ഇത് രണ്ടിനും കൂടി ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് ഇത് രണ്ടിനും കൂടി ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അതിന് ഹോൾ സ്ക്വയർ കിട്ടും. സോ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതിന് സ്ക്വയർ എന്ന് വരും. ഇതെന്താണ്? a-b ഇൻറ്റു a+b. എന്തെഴുതാം? a² - b² എഴുതാം. താഴെ മുകളിലോ 2ai⁻ മൈനസ് 2ai⁻. സോ ഈ ടേമും ക്യാൻസൽ ആവും. ഇനി ഇവിടെ ബാക്കി എന്തല്ലേ? a² എന്ന് പറഞ്ഞാൽ 2a² വരും. ഇവിടെ i⁻², സോ 2i⁻² എന്ന് വരും. സോ മുകളിൽ അപ്പോൾ 2a² പ്ലസ് 2i⁻² വരും. ഇവിടെ i⁻², ഇവിടെയും i⁻². അപ്പോൾ ഇവിടെയൊക്കെ i² വരുന്നുണ്ട്. i² എന്ന് പറഞ്ഞാൽ -1. സോ -ω² ആണ് ഇത് -ω². അപ്പോൾ 2 ഇൻറ്റു -ω² എന്ന് എഴുതാൻ പറ്റും. മുകളിൽ താഴെ എന്ത് വരും? a² മൈനസ് b² എന്ന് വരും, the whole square. So that is 1/√2π. രണ്ട് സൈഡിൽ നിന്ന് 2 കോമൺ ആയി പുറത്ത് എടുക്കാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു? മുകളിൽ നിന്ന് 2 കോമൺ ആയി പുറത്ത് കൊടുത്തു. അപ്പോൾ 2 രണ്ടിലുണ്ട്, 2 കോമൺ ആയി പുറത്ത് കൊടുത്തു. അപ്പോൾ a² മൈനസ് ω² എന്ന് വരും. താഴെ എന്ത് വരും? ഇവിടെ i² -1 ആണ്. സോ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. സോ a² പ്ലസ് ω² the whole square വരും.
സോ എന്താണ് 2/√2? √2. 2/√2 √2. സോ √2/π a square minus omega square divided by a square plus omega square. So hence the result. അതുപോലെ അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഫംഗ്ഷൻ u(t) e⁻ സോ യൂണിറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ്? u(t) into e⁻t. u(t) എന്ന് പറഞ്ഞാൽ 1 0 എന്ന് വരും. u(t) എന്ന് പറഞ്ഞാൽ 1 0 എന്ന് വരും. സോ u(t) into e⁻t എന്ന് പറഞ്ഞാൽ 1 into e⁻t, 0 and 0. So e⁻t where t greater than equal to 0, 0 t less than 0. സോ അപ്പോൾ നമുക്ക് രണ്ട് ഇന്റർവെൽ വരും അല്ലേ? ഒന്ന് -∞ മുതൽ 0 വരെ, ഒന്ന് 0 മുതൽ ∞ വരെ. രണ്ട് ഇന്റർവെൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഫോറിയർ ട്രാൻസ്ഫോം ഡെഫിനിഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? -∞ മുതൽ ∞ വരെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് -∞ മുതൽ 0 വരെ, വാല്യൂ എന്താണ്? 0. സോ 0 പ്ലസ് 0 മുതൽ ∞ വരെ വാല്യൂ എന്താണ്? e⁻t. സോ e⁻t e⁻iωt dt. സോ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. ഇതിന്റെ മാത്രം ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടാൽ മതി. സോ നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. ഇവിടെ എന്ത് ചെയ്യും? രണ്ടും ആയതുകൊണ്ട് ഈന്റെ പവർ നമ്മൾ ആഡ് ചെയ്യും. സോ മൈനസും ടിയും കോമൺ ആയി പുറത്ത് കൊടുക്കാൻ പറ്റും. a+iω എന്ന് ഒരു ബ്രാക്കറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻t തന്നെ വരും. ഒരു കോൺസ്റ്റന്റ് താഴെ വരും. സോ e⁻ a+iωt താഴെ, ആ കോൺസ്റ്റന്റ് താഴെ വരും. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്, ഇവിടെ മൈനസും ഉണ്ട്. അപ്പോൾ ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ അവിടെ e⁻∞ വരും, അത് 0 ആണ്. അതുപോലെ ലോവർ ലിമിറ്റ് ആയ 0 കൊടുത്താൽ e⁻0, അത് 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1/√2π ഇൻഫിനിറ്റി കൊടുത്ത 0, e⁻∞ വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലോ e⁻0 1 വരും. സോ താഴെ കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും 1/-a+i. സോ മൈനസും പ്ലസ് ആയിട്ട് മാറും, മൈനസും പ്ലസ് ആയിട്ട് മാറും. സോ ഇതൊരു ഡെഫിനിഷൻ ആണ്. എന്താ ഡെഫിനിഷൻ പറയുന്നത്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് u(t) into e⁻at എന്ന് പറഞ്ഞാൽ 1/√2π 1/iω plus a. ഇവിടെ e⁻at എന്ന് വന്നപ്പോൾ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം തോന്നുന്നു iω plus a എന്ന് വന്നു. e⁻at വന്നപ്പോൾ iω plus a എന്ന് വന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ u(t) e⁻at എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഇൻവേഴ്സ് 1/√2π 1/iω plus a ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ u(t) e⁻at ആണെന്ന് പറയാം. ഓക്കെ. സോ നമുക്ക് ഇതിന്റെ മാത്രം കാണുന്നെങ്കിൽ ലീനിയാരിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ √2π u(t) e⁻at എന്ന് പറയും. ഇതിന്റെ ഇൻവേഴ്സ് 1/iω plus a ന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1/iω plus 2 എന്തുവരും? √2π u(t) e⁻2t വരും. കാരണം ഇവിടെ എക്ക് പകരം 2 ആണ്, ഇവിടെ എക്ക് പകരം 2 ആണ്. സോ √2π u(t) into e⁻2t. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ 1/iω plus 2/3 ആണെങ്കിലോ ഒന്നുമില്ല, √2π u(t) e⁻2/3t. കാരണം ഇവിടെ a എന്ന് പറഞ്ഞാൽ 2/3 ആണ്. സോ iω plus 2/3 എന്നാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം √2π u(t) e⁻2/3t എന്നായിരിക്കും. ഓക്കെ. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇൻവേഴ്സ് കാണാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്.
ഈ യു ഓഫ് ടി ഇ റേസ് ടു മൈനസ് എയ്റ്റിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം.